മെഷീനുകൾ ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്നുണ്ട്. ഫ്യൂസ് മാറുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഇത് വെറും ഒരു വയറിംഗ് പ്രശ്നമാവണമെന്നില്ല. പലപ്പോഴും പവർ ക്വാളിറ്റി ഇഷ്യൂസും ആകാം. എന്താണ് ഈ പവർ ക്വാളിറ്റി ഇഷ്യൂസ്? ഫാക്ടറിയിലേക്ക് വരുന്ന വൈദ്യുതിയിൽ ഉണ്ടാകുന്ന ഫേസ് ഇംബാലൻസ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, ഹാർമോണിക്സ്, കുറഞ്ഞ പവർ ഫാക്ടർ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഈ പവർ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം മോട്ടോറുകൾ ഓവർഹീറ്റ് ആകാം, കപ്പാസിറ്റർ ബാങ്കുകൾ എക്സ്പ്ലോഡ് ആകാം. അതുപോലെ തന്നെ പവർ ഫാക്ടർ വാല്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ KEB പെനാൽറ്റി ഈടാക്കും. കൂടാതെ വിലയേറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഇത് ഈടാക്കുകയും ചെയ്യും. ഇനി ഈ പവർ ക്വാളിറ്റി ഇഷ്യൂസ് എങ്ങനെ കണ്ടെത്താം? ഒരു പവർ ക്വാളിറ്റി അനലൈസറിന്റെ സഹായത്തോടെ പ്ലാന്റിലെ പവർ ക്വാളിറ്റി ഇഷ്യൂസ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഇഷ്യൂസ് മനസ്സിലാക്കിയാൽ ലോഡ് ബാലൻസിങ്, കപ്പാസിറ്റർ ടൂണിംഗ്, ഹാർമോണിക് ഫിൽറ്റർ തുടങ്ങിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് പവർ ക്വാളിറ്റി ഇഷ്യൂസ് കുറയ്ക്കുവാൻ സാധിക്കും. ഇങ്ങനെ പവർ ക്വാളിറ്റി ഇഷ്യൂസ് ചെക്ക് ചെയ്ത് പരിഹരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉപകരണങ്ങൾ ദീർഘകാലം നന്നായി ഉപയോഗിക്കുവാനും KEB ബില്ല് നിയന്ത്രിക്കാനും സാധിക്കും.